നമസ്കാരം, മദർ ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണെന്ന്. പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് കിർമി മദർ ന്യൂസ്. എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ്? പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് ഈ എനർജിയുമായി ബന്ധപ്പെട്ട് നൽകുന്നത്? എന്ത് ബ്ലെസ്സിംഗ് ആണ് ഉടനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? ഓക്കെ, അതിന് നിങ്ങളുടെ എനർജി നോക്കാം. പ്ലീസ് കിർമി മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ നിങ്ങൾ ശൂന്യതയിലായിരുന്നു. ശൂന്യതയിൽ നിന്നാണ് പല കാര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ശൂന്യതയിൽ നിന്ന് ഇപ്പം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ പ്രപഞ്ചം കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് ചില വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്, നിങ്ങളിലേക്ക് സ്ട്രെങ്ത് കൊണ്ടുവരുന്നത് വേണ്ടിയിട്ടാണ്. പല സാഹചര്യങ്ങളും നിങ്ങളെ ഞെരുക്കിക്കളഞ്ഞിരിക്കുന്ന അവസ്ഥകളിലൂടെ ആയിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. എന്നാൽ നിങ്ങൾ അതിനെ അതിജീവിച്ച് പുറത്തു വരുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒരു സ്ട്രെങ്ത് വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. വളരെ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നതായി കാണുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി പോലും ശൂന്യതയിൽ നിന്നാണ്, ഇരുട്ടിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാകുന്നു എന്നുള്ള ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു. തളർന്നിരിക്കുന്ന ഒരു വ്യക്തികളല്ല ഈ വീഡിയോ കാണുന്നത്. ഉയർത്തെഴുന്നേൽക്കാൻ ശക്തരായിട്ടുള്ള ഒരു വ്യക്തിയെയാണ് ഭൂരിഭാഗവും വീഡിയോ കാണുന്നത്. പ്രപഞ്ചം നൽകുന്ന മെസ്സേജ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും പാസ്റ്റിലെ വേദനകളോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതോ നിങ്ങളോട് ചെയ്തതോ ആയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, അത് നമ്മളെ ഒരുപാട് കാർന്ന് തിന്നുകളയും. നമ്മുടെ ജീവിതത്തിൻ്റെ ഗ്രോത്തിനെ നശിപ്പിക്കുന്ന ചില ചെല്ലികൾ പോലെ നമ്മുടെ തലച്ചോറിനെ കാർന്ന് തിന്നുകളയുന്ന ചില ചിന്തകളുണ്ട്. ആ ചിന്തകളെ പൂർണ്ണമായും നിങ്ങൾ റിലീസ് ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പിന്നീട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. അവരോട് ഫോർഗിവ്നെസ് ചെയ്ത് അവരെ വിടണം. ഓക്കെ, പിന്നും അയ്യോ ഞാനത് ചെയ്ത് തെറ്റായിപ്പോയി അങ്ങനെ ചെയ്യരുത്. ഒന്നുകിൽ അവരടുത്ത് നേരിട്ട് കണ്ട് മാപ്പ് പറഞ്ഞ് ആ ഒരു കാര്യം അവിടെ ക്ലോസ് ചെയ്യുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകരുത്. അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ശരി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. അല്ലാതെ അതിനെ വീണ്ടും മനസ്സിലിട്ട് അലട്ടിക്കൊണ്ടിരിക്കുകയും എങ്കിലും എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ചിന്തയിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ അല്പസമയമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ടെൻഷനും കാര്യങ്ങളും എല്ലാം മാറിയിട്ട് നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള നല്ലൊരു പ്രകാശത്തിന് വേണ്ടി, നല്ലൊരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമാധാനത്തിൽ അല്പനേരം ഇരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശില്പി എങ്ങനെയാണോ തൻ്റെ ശില്പത്തിൻ്റെ രൂപത്തിന് മുമ്പ് അല്പനേരം ശാന്തമായി ഇരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ അല്പം ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെയും പാസ്റ്റിൽ നടന്നിട്ടുള്ളതാണെങ്കിലും പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലും അല്പനേരമെങ്കിലും അതിനെ പൂർണ്ണമായും വിട്ടുകൊണ്ട് ചിന്തകളിൽ ശാന്തമായി ഇരിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, ഒരു നല്ല ശതമാനം ആൾക്കാരും അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എൻ്റെ കഷ്ടകാലം മാറണമേ, എൻ്റെ ദാരിദ്ര്യം മാറണമേ, എൻ്റെ ഘടഭാരം മാറണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനകളാണ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വർഗവും ആൾക്കാരുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അങ്ങനെയുള്ളവർക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് നെഗറ്റീവ് പ്രാർത്ഥനയാണ്. കടഭാരം എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെ കർമ്മ എന്താണോ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നത്, കർമ്മ എന്താണ്? കടഭാരം എന്നുള്ളതാണ് കർമ്മ. ആ കർമ്മയാണ് നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നത്. അത് മാറണേ എന്നുള്ളത് അത് കർമ്മയിലേക്ക് വരുന്നില്ല. ഏറ്റവും പ്രധാന ഊർജ്ജം കൊടുക്കുന്നത് കടഭാരത്തിനാണ്. അപ്പോൾ നിങ്ങൾ അമ്പലത്തിലും ആ പള്ളിയിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? എനിക്ക് കടഭാരം എന്നുള്ളതാണ്, ക്യാൻസൽ. ഓക്കെ, അപ്പോൾ ആ ഒരു വാക്കാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. എൻ്റെ അസുഖങ്ങളെല്ലാം മാറണേ, അസുഖം എന്നുള്ളതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണോ നിങ്ങൾ വിശുദ്ധ മന്ദിരങ്ങളിൽ പോയി നിന്ന് നിങ്ങളുടെ ശബ്ദത്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിച്ചു വാങ്ങുന്നത്, അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. 30 വർഷമായി ഞാൻ ഈ ദാരിദ്ര്യത്തിൽ കൂടിയാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവർ ആ 30 വർഷം കൊണ്ട് പ്രപഞ്ചത്തോട് ചോദിക്കുന്ന ഒരു വാക്ക് ആ ദാരിദ്ര്യം എന്നുള്ള വാക്ക് തന്നെയാണ്. ഓക്കെ, എന്നെ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റണമേ എന്നുള്ളത് പിന്നീടുള്ള കാര്യം. ഓക്കെ, ആദ്യം ദാരിദ്ര്യം വന്ന് കുമിഞ്ഞു കയറും. ഓക്കെ, അപ്പോൾ വീണ്ടും പോയി പ്രാർത്ഥിക്കും ദാരിദ്ര്യത്തിൽ നിന്നും മാറ്റണേ. അപ്പോൾ ആദ്യം ദാരിദ്ര്യം വന്നതിന് ശേഷമാണ് മാറ്റുന്നത്. അപ്പോൾ അത് ആദ്യം കുമിഞ്ഞു കയറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മാറ്റണമേ എന്ന് പറയുന്നതിന് മുമ്പ് അടുത്ത ദാരിദ്ര്യത്തെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം സംഭവിക്കാതെ. പ്രാർത്ഥിക്കാതെ നടക്കുന്ന ചില വ്യക്തികൾക്ക്
നല്ല ഗ്രോത്ത് വരുന്നത് കാണാം. അവർ അമ്പലത്തിലും പള്ളിയിലൊന്നും പോകാത്ത വ്യക്തികൾക്ക് നല്ല രീതിയിൽ ഉയർച്ച വരുന്നതായിട്ട് കാണാം. ഓക്കെ, എന്താണ് ഇതിന് കാരണമെന്ന് പറയുന്നത്? അവർ കൃത്യമായിട്ടുള്ള മെഡിറ്റേഷനും പ്രാർത്ഥനയും കൃത്യമായി ചെയ്യുന്നുണ്ട്. അവരിൽ നിന്നുമുള്ള നെഗറ്റിവിറ്റീസ് എല്ലാം അവർ മാറ്റി നിർത്തുന്നുണ്ട്. അമ്പലത്തിൽ പോയിരുന്നാലും നിങ്ങൾ ആ ഒരു പ്രതിഷ്ഠയിലേക്ക് മാത്രം നോക്കിയിട്ട് അതിൽ ആ പോസിറ്റീവ് എനർജിയെ മാത്രം, നിന്റെ എനർജി എന്നിലേക്ക് നൽകണമേ എന്ന് മാത്രം സ്വീകരിക്കുക. ആ എനർജി നമ്മളിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്തെടുക്കുക. കുറച്ച് നേരം അവിടുത്തെ ആ ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇരിക്കുക. അത് പള്ളിയാണെങ്കിലും ശരി, അമ്പലമാണെങ്കിലും എവിടെയാണെങ്കിലും, നിങ്ങൾക്ക് എവിടെയാണോ ശാന്തമായി, ഈ പ്രപഞ്ചത്തിലെ ഏത് ഭാഗത്തും ദൈവാംശമുണ്ട്. ഓക്കെ, അപ്പോൾ എവിടെ പോയി ഇരുന്നായിരുന്നാലും നിങ്ങൾക്ക് ആ ഊർജ്ജത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കും. നിങ്ങൾ അങ്ങോട്ടൊന്നും കൊടുക്കണ്ട. അവിടെ ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഊർജ്ജത്തെ സ്വീകരിച്ചാൽ മാത്രം മതി. നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ അങ്ങോട്ട് വിടുമ്പോഴത്തേക്ക് അത് തന്നെയാണ് തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പം നിങ്ങളൊരു കലക്ക വെള്ളം എടുത്ത് ഒരു ഗ്ലാസ്സിൽ വെക്കുക. ഗ്ലാസ്സിൽ വെച്ചതിന് ശേഷം ആ കലക്ക വെള്ളം എടുത്ത് മുകളിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആ കലക്ക വെള്ളം തന്നെയായിരിക്കും ആ ഗ്ലാസ്സിലേക്ക് തിരിച്ച് വീഴുന്നത്. എന്നാൽ നിങ്ങൾ ആ കലക്ക വെള്ളം, നല്ല കലങ്ങിയിരിക്കുന്ന ഒരു ഗ്ലാസ്, കണ്ണാടി ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. എന്നിട്ട് ആ ഒരു ടാപ്പ് വാട്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആ വെള്ളം ഒന്ന് തുറന്ന് വിട്ടിട്ട് ആ കലക്ക വെള്ളം അതിലോട്ട് കാണിച്ച് നോക്കൂ. ഒരു 10 മിനിറ്റ് പോലും വേണ്ട, ഇച്ചിരി സമയത്തേക്ക് അത് ആ വെള്ളം വീണ് വരുമ്പോൾ ആ കലക്ക വെള്ളങ്ങളെല്ലാം പുറത്ത് പോയതിന് ശേഷം ആ വെള്ളം വളരെ ക്ലിയർ ആയിട്ടുള്ള, നല്ല കുടിക്കാൻ യോഗ്യമായിട്ടുള്ള വെള്ളമായി മാറുന്നതായിട്ട് നമുക്ക് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിഷമങ്ങളും ഇതൊന്നും പ്രാർത്ഥനാ രൂപത്തിൽ പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. പ്രപഞ്ചത്തിൽ നിന്നുമുള്ള പൂർണ്ണ എനർജി എന്നിലേക്ക് അയക്കണമേ, നിന്റെ കൃപ, നിന്റെ എനർജി, നിന്റെ അനുഗ്രഹം എനിക്ക് നൽകണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം കൊടുക്കുക. കരയാൻ നിൽക്കരുത്. കരയുന്നവർക്കൊന്നും, നിങ്ങൾ കരയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രശ്നമായി വരികയേ ഉള്ളൂ, അല്ലാതെ അതിൽ നിന്നും ഒരു മാറ്റവും വരില്ല. അതുകൊണ്ട് പോസിറ്റീവായിട്ട് നിൽക്കുക. നിങ്ങളിലും മനസ്സിലോട്ട് വരുന്നതായിട്ടുള്ള എല്ലാ വേദനകളെയും റിലീസ് ചെയ്ത് ഒന്ന് സമാധാനം കിട്ടാനാണല്ലേ നമ്മൾ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ പോയിരുന്നിട്ട് നമ്മുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്ത് കരയേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ പോയി നെടുവീർപ്പിട്ട് എല്ലാ കാര്യങ്ങളെയും പുറത്ത് കളഞ്ഞുകൊണ്ട് അവിടുത്തെ ശാന്തിയും സമാധാനവും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക. അല്ലാതെ ഒരു കാര്യങ്ങളും പ്രാർത്ഥിക്കാൻ പാടില്ല. അവളുടെ ശല്യം എനിക്ക് കുറയണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചില്ലുമ്പോഴായിരിക്കും ചൂല് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവളുടെ ശല്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, എനിക്ക് സമാധാനം കിട്ടണേ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം അത് മാത്രം പറയുക, പ്രാർത്ഥിക്കുക, പ്രപഞ്ചത്തിൽ നിന്ന് ഊർജ്ജത്തെ അട്രാക്ട് ചെയ്യുക. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏറ്റവും കൃത്യമായി തീരുന്നതായിരിക്കുമെന്ന് പ്രപഞ്ചം പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരുന്ന ബ്ലെസ്സിങ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാവ്, സൂപ്പർ. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുന്ന ഒരു വ്യക്തിയായി മാറും. നിങ്ങൾ വായ്പ വാങ്ങുന്ന ഒരു വ്യക്തിയല്ല, കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറും. എന്തും നിങ്ങളിൽ നിന്നും യൂണിവേഴ്സ് നിങ്ങളുടെ കൈകളിൽ തരികയും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുകയും ചെയ്യും. എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായി മാറും. അബണ്ടൻസ് കൊണ്ട് നിറയുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറും. മാത്രമല്ല, നിങ്ങൾ ഇത്രയും നാൾ ഭയപ്പെട്ടിരുന്നതായിട്ടുള്ള ഏത് സിറ്റുവേഷനെയും മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മീയ ധൈര്യം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ മുന്നിൽ പ്രകാശങ്ങൾ തെളിയുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഭയപ്പെട്ടിരുന്നതായിട്ടുള്ള ഏത് സിറ്റുവേഷനെയും നിങ്ങൾക്ക് മുറിച്ചു കടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നേരെ ആകില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നതായിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും റിലീസ് ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. പിന്നെ നിങ്ങൾ അതിനെ അലട്ടുന്നില്ല, പിന്നീട് നിങ്ങൾക്കതൊരു ഭാരമായി മാറുന്നില്ല, ഒരിക്കലും നിങ്ങളെ അത് പിന്നോട്ട് വലിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ഈ സർവ്വകാര്യങ്ങളും, ഈ അന്ധകാരത്തിൽ നിന്നെല്ലാം പുറത്തു വന്ന് നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാറുമെന്ന് പ്രപഞ്ചം പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞ ഈ രീതിയിൽ നിങ്ങൾ ഇന്ന് മുതൽ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് തെറ്റുകൾ സംഭവിക്കും. അല്ലേ, നമ്മളോട് പറയുന്നത് എന്താണ്? അമ്മയും അച്ഛൻ്റെ അടുത്തും പോയി കരഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കും. അപ്പോൾ അത് നമ്മുടെ തലച്ചോറിൽ ഫിക്സ് ആയിരിക്കുകയാണ്. അതൊരു കരഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ദൈവത്തെ നമ്മൾ, നമ്മുടെ സൃഷ്ടാവ്, പിതാവ് ഒക്കെ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് കരഞ്ഞു ചോദിക്കൂ എന്നാണ് പറയുന്നത്. കരഞ്ഞു ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ അംശം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് നമ്മൾ മറന്നു പോകുന്നു. പിന്നെ നമ്മൾ കരയേണ്ട കാര്യമില്ലല്ലോ, അതിനെ നമ്മൾ ടാപ്പ് ചെയ്തെടുക്കാമെന്നാണ് പ്രപഞ്ചം പറയുന്നത്. എന്നാൽ നമ്മൾ തെറ്റായ രീതിയിൽ നമ്മൾ കുട്ടിക്കാലത്ത് ആൾക്കാർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ ഇനി മാറി ചിന്തിക്കുക. ഇത്രയും വർഷമായിട്ട് ഒരു മാറ്റവും സംഭവിക്കാത്തവർക്ക് മാത്രമുള്ളതാണ്. നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ഇനി നെഗറ്റീവ് പ്രാർത്ഥനകൾ സ്റ്റോപ്പ് ചെയ്യുക. അഥവാ സംസാരിക്കുന്ന സമയത്ത് നെഗറ്റീവ് വരുന്നുവെങ്കിൽ ഞാൻ ക്യാൻസൽ എന്നുള്ള അതിൽ നമ്മളിങ്ങനെ ക്യാൻസൽ ചെയ്ത് യൂണിവേഴ്സിലേക്ക് വിട്ടാൽ മതി. ആ വാക്കിനെ വീണ്ടും നിങ്ങൾക്ക് പോസിറ്റീവിനെ മനസ്സിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഓക്കെ, സങ്കടങ്ങൾ ആവശ്യമില്ല. പ്രാർത്ഥനാ സമയത്ത് വളരെ പോസിറ്റീവായിട്ടിരുന്ന് വേണം പ്രാർത്ഥിക്കുവാൻ. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 2026 നിങ്ങളുടെ എനർജി എടുക്കുകയാണ്. ഏകദേശം 2025 നമ്മളിൽ നിന്നും വിട്ടുപോകുകയാണ്. ഇത്രയും വർഷം
ഓക്കെ, ഇത്രയും വർഷം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു അവസരം തന്നതിനായി ദൈവത്തിനോട് നന്ദി പറയുക. ഒക്കെ ചുറ്റും നോക്കിയാണെങ്കിൽ കിളികളെയും ഭംഗിയും നല്ല ആഹാരങ്ങളും വെള്ളവും ശുദ്ധവായുവും എല്ലാം നമ്മൾ ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ടുള്ളൊരു സമയം നമുക്കുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും വർഷം കിട്ടിയ ആ ഒരു ജീവിതം നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടോ, അതോ നമ്മൾ കരഞ്ഞു തീർക്കുകയായിരുന്നോ, അല്ലെങ്കിൽ ഇനിയുള്ള എത്ര നിമിഷമാണ് നമുക്കുള്ളതെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ ആ സമയമെങ്കിലും നമുക്ക് ഈ ഭൂമിയെ ആസ്വദിക്കാം. കാരണം ഇനിയൊരു തിരിച്ചുവരവ് നമുക്ക് ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് ഓരോ വ്യക്തികൾക്കും ദാനം കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ഈ ഭൂമിയിലെ ജന്മം ഒന്നിനു വേണ്ടിയും നിങ്ങൾ വിഷമിച്ച് തീർക്കരുത്. ഈ നിമിഷം ഇങ്ങനെയാണോ കിട്ടിയത്, ഒരു പുഴു, ആ പുഴുവായിട്ട് എഴഞ്ഞു പോകുമ്പോൾ പുഴു വിചാരിക്കുന്നില്ല അയ്യോ ഞാൻ ദിനോസർ ആയില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ പുഴുവിൻ്റെ ജീവിതത്തെ അതിനെ ആസ്വദിക്കാൻ സാധിക്കാതെ പോകും. ഇപ്പം നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിൽ നമുക്ക് സന്തോഷിക്കാം. എല്ലാവർക്കും ഒരേ ഓക്സിജനും ഒരേ പ്രകാശവുമാണ് പ്രപഞ്ചം നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് നല്ലത് കൊടുത്തു എന്നാലും എന്നെ കണ്ടില്ലല്ലോ എന്നുള്ള ഒരു പരാതിയും വേണ്ട. കിട്ടിയതിൽ സന്തോഷിക്കുന്നവർക്ക് വീണ്ടും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഉള്ളവന് അധികം കൊടുക്കും, ഇല്ലാത്തവനോ ഉള്ളത് കൂടി നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താണ് ഉള്ളവന് അധികം കൊടുക്കുന്നത്? നന്ദി ഉള്ളവന് അധികം കൊടുക്കുകയും നന്ദി ഇല്ലാത്തവനോ അവൻ്റെ കയ്യിൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഈ നിമിഷത്തെ, ഇന്നത്തെ സൂര്യകിരണങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇന്നത്തെ ഓക്സിജന് വേണ്ടിയിട്ട്, നിങ്ങൾ കഴിക്കുന്ന വെള്ളത്തിനും ആഹാരത്തിനും വേണ്ടിയിട്ട് നന്ദി പറയുക. ഓക്കെ, താങ്ക് യു. നമ്മൾ കണ്ണു തുറന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. നീ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ നല്ല രീതിയിൽ തുടങ്ങുക. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. പ്രപഞ്ചശക്തി 2026 എൻ്റെ വ്യൂസിന് നൽകുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്? സാമ്പത്തികപരമായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്? ജോലി സംബന്ധമായ ബ്ലെസ്സിങ് എന്താണ്? റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, സാമ്പത്തികപരമായിട്ടുള്ള ബ്ലെസ്സിങ്, ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ ചില അടിമകൾ ഉണ്ടായിരിക്കുന്നുണ്ട്. ഓക്കെ, അടിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അടിമ പ്രാർത്ഥനയുണ്ട്. ആ അടിമ പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. സർവ്വതും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ പ്രപഞ്ചം നിങ്ങൾക്ക് അവകാശം തന്നിരിക്കുകയാണ്. എന്നിട്ടും ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥന, സാമ്പത്തിക കാര്യങ്ങളിലുള്ള പ്രാർത്ഥന, കടം മാറണേ, ദാരിദ്ര്യം മാറണേ എന്നുള്ള ആ പ്രാർത്ഥന മതിയാക്കിയിട്ട് ഞാൻ കാന്തമാകുന്നു, ഈ പ്രപഞ്ചത്തിൽ നിന്നും സമ്പത്തിനെ ആകർഷിക്കുന്ന ഒരു കാന്തമാകുന്നു എന്ന് നിങ്ങൾ ദൃഢമായി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സമ്പത്ത് ഒഴുകിയെത്തുക തന്നെ ചെയ്യും. ഏസ് ഓഫ് പെന്റിക്കിളാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അട്രാക്ട് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് അധികാരമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങളത് നേടിയെടുക്കുക. അല്ലാതെ നിങ്ങൾ ബന്ധിച്ച് നിർത്തി പ്രാർത്ഥന ഒഴിവാക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സ്ട്രെങ്തിനെ നിങ്ങൾ മനസ്സിലാക്കുക. പ്രപഞ്ചത്തിന്റെ അംശം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ അംശം തന്നെയാണ് ദൈവികമായിട്ടുള്ള ശക്തി. ഓക്കെ, അതിനെ നിങ്ങൾ കരയിപ്പിക്കരുത്. കരയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, പ്ലീസ് കരിമി മദർ യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. ജോലി സംബന്ധമായി എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഓക്കെ, കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അധികാരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകൾക്കും നിങ്ങളുടെ ചിന്തകൾക്കും ക്ലാരിറ്റി ലഭിക്കുന്നതായി കാണുന്നു. പ്ലീസ് കെൽമി മദ്രീനോസ്. കിങ് ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർന്ന ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യം നിങ്ങളുടെ മാനസികാവസ്ഥയെ കുറിച്ച് സമാധാനത്തിൽ കൊണ്ടുവരിക. ഓക്കെ, നിങ്ങളൊന്ന് ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള പാത നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. എടുത്തു ചാടി ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം യുക്തിപൂർവ്വമായി നിങ്ങൾ ചില കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ശാന്തമായും വളരെ കൃത്യമായിട്ടും നിങ്ങളുടെ സോളിനോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ പ്രവൃത്തികളിൽ ഇറങ്ങിത്തിരിക്കുക. അല്ലാതെ നമ്മൾ ചില സ്ഥലങ്ങളിൽ എടുത്തു ചാടി അവർ പറഞ്ഞു എന്നുള്ള രീതിയിൽ പണം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓക്കെ, കോൺഫ്ലിക്റ്റ് ആയിരിക്കുന്ന സമയത്ത്, മനസ്സിന് അസ്വസ്ഥതയായിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കയറി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. ഒരു സ്ഥലത്തേക്ക് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്മൾ അതിനോട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് അതിനോടുള്ള കൃത്യമായിട്ടുള്ള നോളജ് എടുത്തതിന് ശേഷം ജോലിയാണെങ്കിലും അതുപോലെ തന്നെ ബിസിനസ് ആണെങ്കിലും അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടി ഇറങ്ങിത്തിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഉയർച്ച ലഭിക്കുന്നതായിരിക്കും 2026. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ദ ഹാങ്ഡ് മാൻ ആണ് വന്നിരിക്കുന്നത്. ഇവിടെയും പ്രപഞ്ചത്തിൻ്റെ ഒരു അവയർനെസ് നിങ്ങൾക്ക് അത്യാവശ്യമായി കാണുന്നു. നോളജിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. കുടുംബ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ സ്കൂൾ പുസ്തകങ്ങളിലൊന്നും കുടുംബ ജീവിതത്തെക്കുറിച്ചൊന്നും യാതൊരു പാഠങ്ങളും തന്നെ ഇല്ല. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് കൃത്യമായിട്ടും ഒരു പാഠം നിങ്ങൾ പഠിച്ച് വേണം കുടുംബ ജീവിതത്തിലേക്ക് കടക്കുവാനുള്ളത്. ഓക്കെ, ദ ഹാങ്ഡ് മാൻ ആണ് വന്നിരിക്കുന്നത്. പ്ലീസ് കെൽമി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പക്ഷത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് 9 നിങ്ങളുടെ പങ്കാളിയുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ അത് 6 കാണും. അതിനെ തർക്കിച്ചിട്ട് കാര്യമില്ല. അതിനെ യുക്തിപൂർവമായി നിങ്ങൾ ചിന്തിച്ചെങ്കിൽ മാത്രമേ ആ ഒരു സമാധാനം നിങ്ങൾക്ക് ആ കുടുംബ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരുപാട് കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളുടെ ഭാഗത്ത് നിന്നും ഒരു പ്രാവശ്യം അവരായിരുന്നുവെങ്കിൽ ഈ സ്ഥാനത്ത് എന്ന് ചിന്തിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. 2 പേർക്കും അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് എടുത്തു ചാടി ആൻസർ പറയുന്നതിന് പകരം നമ്മളൊന്ന്
ചിന്തിച്ചതിന് ശേഷം 2 ഭാഗത്തും ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ ആൻസർ കൊടുക്കുന്നത് ജീവിതത്തിലെ കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളും എല്ലാം മാറുന്നതിന് കാരണമാകും. മാത്രമല്ല, ഒരു തീരുമാനം എടുക്കുമ്പോൾ 2 പേരുടെ ഇടയിലുള്ള തീരുമാനങ്ങൾ ഒന്നിലധികം ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുക. അതിൽ നിങ്ങൾക്കത് ഉത്തരം കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ സമാധാനത്തിൽ ചിന്തിക്കുക, വീണ്ടും വീണ്ടും സമാധാനത്തിൽ ചിന്തിക്കുക. മറ്റൊരു വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നതായിട്ടുള്ള ഉത്തരം അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നത്. നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള മാനസിക സിറ്റുവേഷൻ എന്തെന്ന് പുറമേ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ കഴിയില്ല. നിങ്ങളുടെ തലച്ചോറിൻ്റെ എനർജിയും പ്രവർത്തനവും അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. പുറമേ നിന്നുള്ള ഒരു വ്യക്തികൾക്കും അത് ഉണ്ടാകുകയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ സാധിക്കും, പക്ഷേ അവരുടെ തലച്ചോറായി നിന്ന് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഓക്കെ, അപ്പം അവരനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെയെല്ലാം നിങ്ങൾ നോക്കിക്കണ്ട് അതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ അവയർനെസ്സോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാ ഭാരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് റിലീസ് ആകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഹാങ്ഡ് മാൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ കുടുംബജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഉടൻ തന്നെ റിലീസ് ആകുന്നു. നിങ്ങളുടെ ഒരു ജീവിത സൈക്കിൾ അവസാനിച്ചുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഭാരങ്ങളെല്ലാം നിങ്ങൾ ഇറക്കി വെക്കുവാനുള്ള സമയം വന്നിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് കുടുംബജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രപഞ്ചത്തിൽ നിന്നും എല്ലാ കാര്യങ്ങളും അട്രാക്ട് ചെയ്തെടുക്കുവാനുള്ള അവസരമാണ് 2026 അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നല്ല, അത് നമ്മൾ അധ്വാനിച്ച് നേടേണ്ട ഒന്നാണ്. ഒരു കർഷകൻ എന്ന പോലെ തന്നെ നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ നമ്മുടെ വഴികൾ നമ്മൾ ക്ലിയർ ആക്കണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ നമ്മൾ ഡെയിലി യൂണിവേഴ്സിലേക്ക് അയക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളുടെ കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് നമുക്കുണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചെത്തുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. കാരണം ഇവിടെ പ്രപഞ്ചം നൽകിയിരിക്കുന്നതായിട്ടുള്ള ഗൈഡൻസിൽ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന്. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് 2026 വളരെ മനോഹരമാക്കി തീർക്കുവാൻ സാധിക്കുന്നത്. താങ്ക് യു. അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ടാരോ കാർഡ് പഠിക്കുവാനോ പേഴ്സണൽ റീഡിംഗ് ചെയ്യുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Thank you.